ഡൽഹിയിൽ അങ്ങനെ 27 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ബി.ജെ.പി. അധികാരത്തിലേക്ക് എത്തുകയാണ്. 2/3 ഭൂരിപക്ഷം നേടിയാണ് ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന് ബി.ജെ.പി. അന്ത്യം കുറിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവർ പരാജയപ്പെട്ടു. നിലവിലെ ലീഡ് നില പ്രകാരം ആകെയുള്ള 70 മണ്ഡലങ്ങളിൽ 48 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്കാണ് മേധാവിത്വം. ഇതിൽ ബി.ജെ.പി. ജയിച്ച മണ്ഡലങ്ങളും ബി.ജെ.പി. ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളും ഉൾപ്പെടുകയാണ്. 22 സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ടിൽ ഉള്ളത്. കോൺഗ്രസ് ഇത്തവണയും ഒരു സീറ്റ് പോലും നേടാനാവാത്ത നിലയിലാണ്. കേന്ദ്രത്തിൽ മോദി, ഡൽഹിയിൽ കേജ്രിവാൾ. ഇതായിരുന്നു കഴിഞ്ഞ കുറച്ചുനാളായുള്ള ഡൽഹിക്കാരുടെ മുദ്രാവാക്യം. ആ പതിവ് ഇത്തവണ ഡൽഹി മാറ്റിപ്പിടിച്ചപ്പോൾ ബി.ജെ.പി. ഭരണത്തിലേക്ക്. ബി.ജെ.പിയുടെ തേരോട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ തോറ്റു. പാർട്ടിയിലെ രണ്ടാമൻ മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയ നേതാക്കളും പരാജയമറിഞ്ഞു. കഴിഞ്ഞ തവണ നേടിയ 8 സിറ്റിംഗ് സീറ്റുകളും നിലനിർത്തിയാണ് ബി.ജെ.പി. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിയത്. ആകെയുള്ള 11 ജില്ലകളിൽ 9 ജില്ലകളിലും ബി.ജെ.പിക്കാണ് മേൽക്കൈ. ആം ആദ്മി പാർട്ടിക്ക് മേധാവിത്വമുള്ളത് സെൻട്രൽ ഡൽഹിയിലും സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലും മാത്രം. മധ്യവർഗം നിർണായകമായ ഡൽഹിയിൽ കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവും വോട്ടിംഗിൽ പ്രതിഫലിച്ചു. മധ്യവർഗ സ്വാധീനമുള്ള 24 മണ്ഡലങ്ങളിൽ 17ഉം ബി.ജെ.പിയെ തുണച്ചു. പഞ്ചാബി, പൂർവാഞ്ചലി മേഖലകളിൽ ബി.ജെ.പി. വലിയ മുന്നേറ്റമുണ്ടാക്കി. തിരിച്ചടിയിലും ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനായത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും ന്യൂനപക്ഷത്തിന്റെയും പിന്തുണയാണ്. തുടർച്ചയായ 3ാം തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് MLA-മാരില്ല. എന്നാൽ വോട്ട് ശതമാനം ഉയർത്താനായത് കോൺഗ്രസിനെ ആശ്വസിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കും പിന്നാലെ ഡൽഹി പിടിക്കാനായത് ബി.ജെ.പിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചത് പർവേഷ് സിംഗ് വർമ്മയാണ്. ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്നും ഇരട്ട എഞ്ചിൻ സർക്കാർ ഡൽഹിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും പർവേഷ് വർമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. AAP സർക്കാരിന്റെ കാലത്തുണ്ടായ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി ആരാണെന്ന് നേതൃത്വം തീരുമാനിക്കുമെന്നും പർവേഷ് വർമ്മ പറയുന്നു. देखिए, हमने अपने मैनिफेस्टो में कहा था कि जितने भी घोटाले उनके ऊपर में SIT बिठाई जाएगी. तो जो भी घोटाले, एक घोटाला नहीं है, हर जो भी उन्होंने काम किया उसी में घोटाला किया, चाहे वो क्लासरूम बनाने में, चाहे वो DTC, तो हर जो भी घोटाले उनकी जांच होगी और जो भी उसमें कल्प्रिट होंगे, अगर कोई ऑफिसर होगा, कोई भी आम आदमी पार्टी का नेता होगा तो उसको बख्शा नहीं जाएगा. सरकार बन रही है मुख्यमंत्री आप में? देखिए, हमारी पार्टी में जो हमारा विधायक दल होगा वो तय करेगा, पार्टी की लीडरशिप तय करेगी. आने वाले समय में आपको पता लग जाएगा.